സുഷമ സ്വരാജ് വിദേശകാര്യമന്ത്രിയായിരുന്നപ്പോൾ നമ്മൾ 46 നഴ്സുമാരെ ISI ഭീകരരുടെ ഇടപെട്ടുപോയി ഇറാഖിലെ ഡിക്രിയിൽ കുരുങ്ങിപ്പോയ 46 പേരെ കോട്ടി ചാർട്ടർ വിമാനത്തിലൂടെ ഹംബാനിയിലെത്തിച്ച് അവിടെ നിന്ന് ഇന്ത്യയിലെത്തിച്ചു. വളരെ മനോഹരമായ രീതിയിൽ ലോകത്ത് ഒരു രാജ്യത്തിനും കഴിയാത്ത രീതിയിലാണ് നമ്മളത് ചെയ്തത്. ഒരു തമാശ പറയാറുണ്ട്, പണ്ടൊരു മന്ത്രിയെക്കുറിച്ച് കേരളത്തിൽ സിഗരറ്റ് കവറിൽ സിഗരറ്റിൻ്റെ കൂടിൽ എഴുതി കൊടുത്തിട്ട് ജോലി വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം സിഗരറ്റ് വലിക്കുന്ന ആളാണ്. അപ്പോൾ ആരെങ്കിലും ജോലി വേണമെങ്കിൽ സിഗരറ്റും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ സിഗരറ്റ് അദ്ദേഹം എടുത്തിട്ട് സിഗരറ്റ് കവറിൽ എഴുതും ഈ വരുന്ന ആളിന് ജോലി കൊടുക്കണം. അങ്ങനെ ജോലി കൊടുപ്പിച്ച മന്ത്രി ഉണ്ടെന്നാണ്. അതൊന്നും ഇപ്പോഴും പ്രാക്ടിക്കലൊന്നുമല്ല, ഞാനൊരു സാന്ദർഭമായിട്ട് പറഞ്ഞു. ഒരു മെയിൽ അയച്ചാൽ, ഒരു വാട്സപ്പ് നമ്പറിലൂടെ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ പോലും കൃത്യമായി മറുപടി ഈ ആക്ഷൻ ഉണ്ടാകുന്ന ഒരു മന്ത്രിയായിരുന്നു സുഷമ സ്വരാജ്. രാജ്യത്തിന് വലിയ നഷ്ടമാണ്. അവർ BJP ആണോ RSS അതൊന്നും ഒരു വിഷയമല്ല, ഞാനൊരു മന്ത്രി എന്നുള്ള നിലയിലാണ് പറയുന്നത്. പക്ഷേ അതിന് സമാനമായി ഇപ്പോഴിതാ ഒരു നമുക്ക് നിമിഷ പ്രിയ എന്ന് പറഞ്ഞ ഒരു വനിത, അവർ പാലക്കാടുകാരിയാണ്. അവർ എവിടെ, നമ്മുടെ യമനിൽ ഈ മാസം 16 വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ്. 2017 മുതൽ അവർ ജയിലിലാണ്. 2017 3 20 8 വർഷമായി അവർ ജയിലിലാണ്. അവിടെ തലാൽ അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന ഒരാളിനെ കൊലപ്പെടുത്തിയതുമായിട്ടുള്ള കേസിലാണ് ഈ നിമിഷ പ്രിയ അവിടെ കിടക്കുന്നത്. പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ അമേരിക്കയോടാണെങ്കിൽ പോലും റിക്വസ്റ്റ് ചെയ്തൊക്കെ വരുത്താൻ പറ്റും. കാര്യം പ്രോപ്പറായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഭരണകൂടവും പിന്നെ ഒരുപാട് ജനാധിപത്യ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പലതും നടപ്പിലാക്കുന്നില്ല, അങ്ങനെ ഉണ്ട്. നിയമവ്യവസ്ഥയൊക്കെ വളരെ കൃത്യമാണ്. പക്ഷേ യമൻ പോലുള്ള രാജ്യത്ത് അങ്ങനെയൊന്നുമല്ല. അവിടെ ഈ തീവ്രവാദമുണ്ട്, പിന്നെ ഖാലിസ്ഥാൻ എന്നൊക്കെ പറയുന്ന പോലെ തീവ്രവാദമുണ്ട്, അതുപോലെ തന്നെ താലിബാൻ ഭരണം എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇത് എടുത്തുകൊണ്ട് വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. അവിടുത്തെ യമനിലെ സിനയിലെ ജയിലിലാണ് ഈ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയ 7 വർഷമായി കിടക്കുന്നത്. എന്നാൽ ആ കൊല്ലപ്പെട്ട വീട്ടുകാരും അബ്ദുൽ ഹമീദിൻ്റെ വീട്ടുകാരുമായി ഒരു റാപ്പോ ഉണ്ടാക്കി കുറേ ഡോളർ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സൗഹൃദ സംഭാഷണത്തിലും മാപ്പൊക്കെ പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് പറയുന്നതും വിദേശകാര്യമന്ത്രി ഇപ്പോഴും നമുക്ക് ജയശങ്കറിനെ പോലെയുള്ള വളരെ മനോഹരമായ ഒരു വിദേശകാര്യമന്ത്രിയാണ് നമുക്കുള്ളത്. ഞാൻ സുഷമ സ്വരാജിൻ്റെ ഉദാഹരണം പറഞ്ഞെങ്കിലും ഇപ്പോഴത്തെ ജയശങ്കറും അവരുടെ ടീമൊക്കെ നന്നായി ശ്രമിക്കുന്നു എന്നാണ് അറിയുന്നത്. നമുക്കെന്തായാലും ഒരു പെൺകുട്ടി നമ്മുടെ തൊടുപുഴ സ്വദേശിയാണ്. അവർ 2012 പാലക്കാട് സ്വദേശിയാണ്. തൊടുപുഴ സ്വദേശി വിവാഹം കഴിച്ചുകൊണ്ട് 2012 അവർ യമനിലെത്തിയത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ അബ്ദുൽ ഹമീദ് എന്ന് അവർ നഴ്സായിട്ടാണ് പോകുന്നത്. അബ്ദുൽ ഹമീദ് എന്ന് പറഞ്ഞ് ഈ കൊല്ലപ്പെട്ട അബ്ദുൽ ഹമീദിനെ പരിചയപ്പെട്ടതിന് ശേഷം അവർ പങ്കാളികളായി ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിച്ചു. ഇതൊരു വഞ്ചനയുടെ കഥയും കൂടെ ഉണ്ട് ഇതിനകത്ത്. തീരുമാനിച്ചു. പണം കണ്ടെത്താൻ കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് വന്ന നിമിഷപ്രിയ ഒറ്റയ്ക്കാണ് തിരികെ മടങ്ങിപ്പോയത്. അപ്പോൾ ഭർത്താവിനെ നാട്ടിൽ നിർത്തിയിട്ട് ഒറ്റയ്ക്ക് തിരിച്ചുപോയി. നിമിഷ ഭാര്യയാണെന്നതാണ് തലാൽ മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചിരുന്നത്. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഭീഷണിപ്പെടുത്തി മതാചാര പ്രകാരം വിവാഹവും നടത്തി. നമ്മുടെ ഈ അബ്ദുൽ ഹമീദ് എന്ന് പറയുന്നത്. ഇതിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ സ്വർണം വിൽക്കുകയും ചെയ്ത് പരാതി നൽകിയ നിമിഷപ്രിയ ക്രൂരമായി മർദ്ദിച്ചു. ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിൽ പ്രതിരോധിച്ചപ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ മഹദി മരിച്ചെന്നാണ് നിമിഷയുടെ മൊഴി. ഒരു പക്ഷേ ഭാരതത്തിലായിരുന്നെങ്കിൽ സെൽഫ് ഡിഫൻസ് എന്നുള്ള നിലയിൽ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ പുരുഷൻ തയ്യാറായപ്പോൾ അതിനുള്ള സെൽഫ് ഡിഫൻസ് മെക്കാനിസത്തിൽ തിരിച്ച് വന്നപ്പോഴുള്ള കൊലപാതകം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേനെ. പക്ഷേ ഇതിപ്പോൾ അതും രക്ഷയില്ല. യമനാണ് സ്ഥലം. അവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇനി ആകപ്പാടെ ഉള്ളൊരു കാര്യം നയതന്ത്രപരമായിട്ടുള്ള ഇടപെടൽ മാത്രമാണ്. പക്ഷെ അങ്ങനെ വളരെ നയതന്ത്ര ഇടപെടൽ നടത്താൻ പറ്റുന്ന ഒരു വലിയ രാജ്യമൊന്നുമല്ല യമൻ. അവരൊരു സംവിധാനം, അവിടെ ഒരു കൂട്ടായ്മ, ഒരു സംവിധാനം, അതിൽ പലപ്പോഴും തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ ഭരണത്തിൽ സ്വാധീനിക്കുന്ന കൃത്യമായ ഭരണഘടനയോ മറ്റ് സംവിധാനമോ ഇല്ലാത്ത രാജ്യമാണ്. ചെന്ന് പെട്ടുപോയി. നമ്മുടെ പെൺകുട്ടികളും ആളുകളും ഒക്കെ രാജ്യങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സെലക്ട് ചെയ്യണം. ഇവിടെ തൊഴിലില്ലാത്തതുകൊണ്ട് ഗതികേട് കൊണ്ട് പോകുന്നതാണ്, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തതുകൊണ്ട് പോകുന്നതാണ്. പക്ഷെ പോകുമ്പോൾ ഇത്തരം രാജ്യങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. വളരെ സൂക്ഷിച്ച് വേണം നമ്മുടെ പെൺകുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുമ്പോൾ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. എന്തായാലും ജൂലൈ 16 മുമ്പ് ഒരു തീരുമാനമുണ്ടോ എന്ന് പ്രതീക്ഷിക്കാം.
സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നിമിഷപ്രിയ ഇത് ചെയ്തതെങ്കിൽ ആ പെൺകുട്ടിയെ നിരപരാധി എന്ന് പറയാനേ നമുക്ക് കഴിയുകയുള്ളൂ. പക്ഷേ അപ്പോഴും കൊലപാതകം തന്നെയാണ്. അങ്ങനൊരു പ്രശ്നമുണ്ട് നിയമത്തിൻ്റെ കണ്ണിൽ. എന്തായാലും നിമിഷപ്രിയയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ തൊടുപുഴയിലും പാലക്കാട് എത്തുമെന്ന്, അല്ലെങ്കിൽ തൊടുപുഴയിൽ എത്തുമെന്ന് തന്നെ നമുക്ക് കരുതാം.